ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് പറിച്ചെടുത്ത് ഞങ്ങൾ പടച്ചുവിട്ട മെഗാ പരമ്പരയുടെ അരങ്ങത്ത് നിന്നും അടുക്കളയിലേക്ക് ഒരു എത്തിനോട്ടമോ ഒളിഞ്ഞുനോട്ടമോ ആണ് ഈ ലഘുനാടകം. ഈ നാടകം കണ്ട് അഭിനന്ദനം രേഖപ്പെടുത്താൻ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് ഓരോരുത്തരായി വന്ന് അഭിനന്ദിക്കുക. കൂട്ടം കൂട്ടമായി വന്ന് അഭിനന്ദിക്കരുത്. 100ാമത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാങ്ങിയ ഞങ്ങളുടെ കലാകാരന്മാർ ഇതുവരെ ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടില്ല. ആശീർവദിക്കുക. ഹലോ ഹലോ സർ, വാടിപൂവിന്റെ മാനേജരാ? ഏത് പൂക്കടയെന്നാരോ വിളിക്കുന്ന? ഹലോ ഹലോ വാടിപൂവിന്റെ മാനേജരാ? എന്താണ്? സ്ക്രിപ്റ്റ് ഇതുവരെ കിട്ടിയില്ല. ഒന്ന് ഹോൾഡ് ചെയ്യൂ സാർ, ഇത് വാടിപൂവിന്റെ മാനേജരാന്ന്. അവർക്ക് ഇതുവരെ സ്ക്രിപ്റ്റ് കിട്ടിയില്ലെന്ന്. ഓ ഓ ഓ യെസ്. അത് പിന്നെ അല്ല, കഥാപാത്രങ്ങൾ ആരൊക്കെയായിരുന്നു? കഥാപാത്രം നമ്മുടെ ഡോക്ടർ ഗിരിധരൻ. ഗിരിധരൻ 2 ഭാര്യമാർ. ഒന്ന് സുഭാഷിനിയും മറ്റത് അറിയാലോ സെറ്റപ്പ്. അല്ല പിന്നെ അവിടെ ഒരു വേലക്കാരില്ലേ? സാർ, അത് 3ാമതാക്കാനാണ് ഡോക്ടർ ഗിരിധരന്റെ പ്ലാൻ. ഒരു കാര്യം ചെയ്യ്, ഒരു 10 മിനിറ്റ് ഞാൻ വണ്ടി വിട്ടേരാ, സ്ക്രിപ്റ്റ് റെഡി ആക്കാം. ഓക്കെ താങ്ക് യു സാർ. ശരി. അയ്യോ, എനിക്കിത് ചിരിക്കാൻ വയ്യേ. അയ്യോ, എന്താ ഇത്ര ഇളിക്കാൻ? ഇതാദ്യമായിട്ടൊന്നല്ലോ കഥയും കഥാപാത്രങ്ങളും സീരിയലും ഒന്നും മാറിപ്പോന്നത്. അയ്യോ, അതൊന്നും അല്ല സാറേ. നമ്മുടെ ഈ കുട്ടൂസ കുന്തത്തിയിരിക്കുന്ന കണ്ടപ്പോ നമ്മുടെ തമ്പി സാറിന്റെ പുറത്ത് ദേവിക കയറി ഇരിക്കുന്നതാ എനിക്ക് ഓർമ്മ വന്നത്. നീ ഇങ്ങനെ ബാലരമേ വായിച്ച് ഓരോന്നൊക്കെ ഓർത്തോർത്തിരുന്നോ? ആ സമദൂരത്തിന്റെ ആൾക്കാര് നിന്നെ കുറച്ചു ദൂരം ഇട്ട് ഓടിച്ചത് ഓർമ്മയുണ്ടോ? ഉണ്ട്, എന്നെ ഓടിച്ചതല്ലേ ഉള്ളൂ. സാറിന്റെ രഹസ്യത്തിന്റെ ആൾക്കാർ രഹസ്യമായി തല്ലിയതും സാർ അവിടെ നിന്ന് സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടതും എനിക്ക് ഓർമ്മയുണ്ട്. എപ്പോഴും ഓർമ്മിപ്പിക്കേണ്ടതില്ല കേട്ടോ. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ ഹരിഹര സുതരാർദ്ദന അയ്യപ്പ സ്വാമിയേ. സ്ക്രിപ്റ്റ് പിടി. ശരണമയ്യപ്പോ. ഹലോ ഹലോ, സ്ക്രിപ്റ്റ് റൈറ്റർ അനിമ്പാറ ആനന്ദക്കുട്ടനാണോ? അതെ. ഓ, ആരാധികയായിരിക്കും. നിങ്ങൾ എന്റെ സ്ത്രീ ഒരു പൊരുത്തക്കേടെന്ന സീരിയൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ പിന്നെ ജാതക ദോഷമായിരിക്കും കണ്ടിട്ടുള്ളത്. അയ്യോ ശാലിനി, നീ ഓടി. രാവിലെ 4 മണിക്ക് ഇറങ്ങിയതാ. എന്റെ ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ല. ഞാൻ എന്തൊരു ചെയ്താലും കുറ്റങ്ങൾ തന്നെ. ഓമിനെ ഓടിച്ച് ഞാൻ വരുവായി. ഇതാ പുഞ്ചിരിപ്പൂവിന്റെ മാനേജർ വന്നിരിക്കുന്നു. ആ സ്ക്രിപ്റ്റ് എടുത്തോട്. ഡാ മോനെ, നീ കരയാതടാ. സ്ക്രിപ്റ്റ് എന്തിനാടാ നീ ഞങ്ങളെ ഇങ്ങനെയിട്ട് കരയിപ്പിക്കുന്നത്? എത്ര മണിക്കാണ് രാവിലെ ഷൂട്ടിംഗ് ഇവിടെ വന്നത്? 7 മണിക്ക്. 7:30 വരെ ഇത് മതിയാകുമല്ലോ. പിന്നെ ഡയറക്ടറോട് ഒരു പ്രത്യേക കാര്യം പറയണം. സീൻ നമ്പർ 1501 സേതു ബാലേ എന്ന് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. അതിൻ്റെ ആ ഒഴുക്ക് നഷ്ടപ്പെടാതെ ഷൂട്ട് ചെയ്യണമെന്ന് പറയണം. ബാക്ക്ഗ്രൗണ്ടിൽ മാനസമൈനെ എന്ന ആ ചെമ്മീനിലെ പാട്ടുണ്ടല്ലോ, ആ മ്യൂസിക് കൊടുത്താൽ നന്നായിരിക്കും. ഇരിക്കും, പ്രേക്ഷകരുടെ കൈ പുറത്തിരിക്കും. എന്തോ, നീ വന്നിട്ട് എത്ര ദിവസമായി? 7 ദിവസം. നിനക്ക് 7 ദിവസത്തെ കാര്യമല്ലേ അറിയാവുള്ളൂ. അതിന് മുമ്പ് കുറേ കൊണ്ടിട്ടുള്ളവനാ ഞാൻ. 7 ദിവസത്തേക്ക് ഡെയിലി 30 രൂപ വെച്ച് വാങ്ങിച്ചോണ്ട് പോക്കാം കേട്ടോ. സാറേ എന്നാ പിന്നെ ചുമ്മാരി. ശ്രീകാന്തേ, കൂടാതെ ബാല വേറൊരു രംഗത്ത് എന്ന് മൂളുന്നൊരു രംഗമുണ്ട്. അത് പ്രേക്ഷകരുടെ ചങ്കി തട്ടുന്ന രീതിയിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞേക്കണം കേട്ടോ. ഇങ്ങനെ എന്ത് ഭാവിച്ചാ കിട്ടിയ തട്ടുമുട്ടും ഒന്ന് പോരാഞ്ഞിട്ട് അതിന് പ്രേക്ഷകരുടെ ചങ്കിട്ടടിക്കാൻ പോണത്. എടാ 7 ദിവസത്തേക്ക് 30 രൂപ എത്ര? സാറേ നമസ്കാരം. രാമനും സീതയും പിന്നെ ലക്ഷ്മണനും എന്ന സീരിയലിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അരിമ്പാറ ആനന്ദക്കുട്ടനല്ലേ? അതെ, ഞാനാണ്. എന്തോ നാടോ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എന്താ എഴുതിനെന്താ കുഴപ്പം? എന്താ കുഴപ്പമൊന്നോ? ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. കാനനച്ചായിൽ അർമാദിക്കുന്ന രാമന് സീതയും, അതെ, ദൂരെ മരച്ചൗട്ടിലൊരുന്ന മൊബൈലിൽ ഗെയിം കളിക്കുന്ന ലക്ഷ്മണൻ. ഈ സമയം രാമന്റെ മൊബൈലിൽ ഒരു മിസ് എടുക്കാം. രാമൻ ആ നമ്പറിലേക്ക് തിരിച്ചു വിളിക്കുന്നു. മറുതറക്കൽ രാവണൻ. കോപിഷ്ഠനായ രാമനോട്, അപ്പി ഇന്ന് പായരാത്രിക്ക് ഞാൻ എന്റെ പായലുകളെ കൂടെ വന്ന സീതയെ പൊക്കിയിരിക്കും. രാമനും സീതയും കാനനത്തിൽ അർമാദിക്കുന്നു. അല്ലടാ, ലക്ഷ്മണൻ മൊബൈലിൽ ഗെയിം കളിക്കുന്നു. രാമന്റെ കയ്യിലും മൊബൈല്.
രാവണ എന്ന് മുതലാടാ തിരുവനന്തപുരം ഭാഷ സംസാരിച്ചു തുടങ്ങിയത്? ഇനി മേല ഇമാതിരി വേഷം കെട്ടിക്കൊണ്ട് നിന്നെ ഈ പരിസരത്ത് കണ്ടത് ഓടാ അവന്റെ ഒരു കാനനച്ചായ. ആഹാ, അത്രയ്ക്കായോ? വേണ്ട വേണ്ടാന്ന് കരുതി ക്ഷമിച്ച് നിന്നപ്പോ തലേ കയറി നിരങ്ങാമെന്ന് കരുതി. ഓഹോ. എന്നെ നിനക്കറിയത്തില്ല. ഇടത്തുമാറി വലത്തുമാറി ചാടിത്തെന്നി ചവിട്ടിത്തിരിഞ്ഞ് ഇരുന്നമർന്ന് എന്നെ ഒന്നും ചെയ്യല്ലേ അണ്ണാ. ഹലോ, തുറവാണോ? അതെ. അതെ, ഞാൻ ഇന്ന് അങ്ങോട്ട് വിളിക്കാനിരിക്കുക. എന്താണ്? ഇന്ന് ഒരു 10 HMയും 10 ബൗൺസും എക്സ്ട്രാ എടുത്തോണേ. 10 HME 10 ബൗൺസോ? അതെന്തിന്? അത് ഇന്ന് നമ്മുടെ ചന്ദ്രനായിട്ട് അഭിനയിക്കുന്ന ചേട്ടന് ഷോട്ടിനുണ്ട്. പിന്നെ HMI പൊക്കാൻ ആവശ്യമുള്ളവരെ മാത്രം ഇങ്ങോട്ട് വിട്ടാൽ മതിയേ. എന്താണോ ആർട്ടിസ്റ്റ് ഇതുവരെ എത്തിയില്ലടോ? അപ്പൊ ഇപ്പത്തെ സാർ ഇത് വണ്ടി പോകുന്നുണ്ടോ? അല്ലെ തിരിച്ചിട്ടുണ്ട്? അതെ, എത്തി സാർ, ഇറങ്ങി കുറച്ചു നേരമായി വേഗോട്ട് വേഗോട്ട്. ഈ നാശ ഇവളുമാരുന്ന സമയത്ത് വിളിച്ചാൽ വരുത്തുമില്ല. ഡയറക്ടറുടെ തെറിവിളി ഞാൻ കേൾക്കാൻ വേണം. ഇവളുടെ ഇന്ന് ഹലോ ഹലോ, ഞാൻ കൺട്രോളർ ദോസാണ്. അതിന് ഞാനിവിടെ തലയും കുത്തി നിൽക്കണോടോ? അതല്ല, ഞാൻ ഈ പുഞ്ചിരിപ്പൂവിന്റെ കൺട്രോളർ ദോസാണ്. അയ്യോ, സാറായിരുന്നു. അയ്യോ. ഞാൻ വിചാരിച്ചു എന്റെ ഹസ്സായിരിക്കുമെന്ന്. ഇന്ന് നമുക്ക് കാട്ടിലാണ് ഷൂട്ടിങ്. കാട്ടിലോ? ഓ, ഇന്ന് ബാലയെ തേടി കാട്ടിൽ പോകുന്ന ദിവസമാണ് ഇന്ന്. അപ്പൊ മാഡത്തിന് കഴിക്കാൻ? എനിക്ക് രാവിലെ 10 ചപ്പാത്തി വിത്ത് ഫുൾ ചിക്കൻ ഫ്രൈ, ഉച്ചയ്ക്ക് ക്യാരറ്റ് ജ്യൂസ്, ചിക്കൻ ബിരിയാണി, ചിക്കൻ ചില്ലി, മൊസാമ്പി ജ്യൂസ്, ഉച്ചയ്ക്ക് ശേഷം കൊഞ്ചും. ആരുമായിട്ട് കൊഞ്ചും? അയ്യോ, അതല്ല, പിന്നെ കൊഞ്ച് ഫ്രൈ. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആർട്ടുകാരോട് ഡയറക്ടർ പറയുന്നത് കേട്ടോ, ഒരു മരണ സെറ്റപ്പും കൂടെ ഷൂട്ട് ചെയ്യാനെന്ന്.